അപ്പോൾ ഞാനിന്നിങ്ങനെ ബാക്കിലേക്ക് ഒരു 3 years ഓഫ് മൈ ഹാൻഡ് മെയ്ഡ് ഹാപ്പിനെസ് ജേർണി ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് ഹാൻഡ് മെയ്ഡ് ഹെയർ ആക്സസറീസും ചെറിയ ബ്രേസ്ലെറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ലാസ്റ്റ് ഇയർ നമ്മൾ പുതിയ പ്രൊഡക്റ്റായിട്ട് കസ്റ്റമൈസ്ഡ് ഹാൻഡ് മെയ്ഡ് ബാഗ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതായത് കസ്റ്റമൈസ് പറയുന്ന പിക്ചേഴ്സ് വരച്ചിട്ട് അങ്ങനെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർ പറയുന്ന സൈസിലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു ബാഗ്സ്. അത് പക്ഷേ എനിക്ക് അധികം നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന് ഞാനിങ്ങനെ നിർത്തി വെച്ചു. അപ്പോൾ പൊതുവേ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ആൾക്കാർക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഗിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഈ ബാഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഓർഡേഴ്സ് അല്ലാതെ തന്നെ എൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിലൊക്കെ ഞാൻ ബാഗ്സിന് ഗിഫ്റ്റൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇന്നിരുന്ന് ആലോചിച്ചപ്പോഴാണ് അങ്ങനെ ഞാനൊരുവിധം എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടില്ല. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ശരിയല്ലല്ലോ എന്ന് തോന്നി. നമ്മൾ ഫസ്റ്റ് സെൽഫ് ലവിൻ്റെ ഭാഗമാണെന്നൊക്കെ വിചാരിക്കണം. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. ഇന്നിപ്പോൾ ഞാൻ ആലോചിച്ചു എന്നാൽ എനിക്ക് വേണ്ടിയിട്ടൊരു ബാഗ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ആ ബാഗ് ഒന്ന് റീലോഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് ഞാനത് ഭയങ്കര ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെയാണ് ബാഗ് ലോഞ്ച് ചെയ്തത്. പക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ നമുക്കത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന ബാഗ് എന്നാൽ റീലോഞ്ച് ചെയ്യുക. ഫസ്റ്റ് അതിൽ റീലോഞ്ചിങ്ങിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഓർത്ത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ചെയ്യാറുള്ള ബാഗ് അല്ലാതെ വേറെ ടൈപ്പിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് ഞാൻ വരയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെയായിട്ട് മനസ്സിലുള്ളത് ഈവിളൈസ് വരയ്ക്കാമെന്നാണ്. ഈവിളൈസ് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. നെഗറ്റീവ് എനർജിയിൽ ഞാൻ ഇച്ചിരി അധികം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് വൈബ്സ് ഒക്കെ മാറ്റി നിർത്തി പോസിറ്റീവ് വൈബ്സ് മാത്രമാക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഈവിളൈസ് വരയ്ക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിനി വരയ്ക്കണം.